നിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യത അത്യത്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ഭക്തരക്ഷണ ദാക്ഷിണ്യ കടാക്ഷായി നമോ നമാണ് ദേവിയെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാനും ഭക്തരക്ഷണം തൻ്റെ ഭൃത്യൻ്റെ രണ്ടർത്ഥത്തിലും പറയാം. തൻ്റെ ദാസനായിരുന്നതായ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു മുതലായവർക്ക് എത്രയും പെട്ടെന്ന് മോക്ഷം നൽകാനായിക്കൊണ്ട്, അതുപോലെ തന്നെ തൻ്റെ വാത്സല്യനിധിയായ പ്രഹ്ലാദന് മോക്ഷം നൽകാനായിക്കൊണ്ട്. അപ്പം മഹാകാരുണികനാണ് ഭഗവാൻ. അവിടെ ഭഗവാന് പ്രഹ്ലാദനെന്നോ ഹിരണ്യാക്ഷനെന്നോ ഹിരണ്യകശിപുവെന്നോ അല്ലെങ്കിൽ പൂതനയെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല അർത്ഥം. അപ്പം വൈരേണയം നിർപ്പതയ, അപ്പോൾ വൈരഭക്തിയിലൂടെ ഭഗവാനോട് സമീപിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന അർത്ഥം. അത് ഹിംസയിലൂടെ ആയിരിക്കും അർത്ഥം. അപ്പം ഭാരതാംബയുടെ മണ്ണിലേക്ക് ചില സിന്ദൂരങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ ഭാരതാംബയുടെ ഭാവം മാറി. അത് നരസിംഹമൂർത്തിയുടെയും ഭദ്രകാളിമൂർത്തിയുടെയും ഭാവം മാറിയത് നമ്മൾ കണ്ടത്. ഭദ്രകാളിയുടെ മൂർത്തിയിലേക്ക് എത്തിയതാണ്. അപ്പോൾ 20 വർഷത്തോളം ക്ഷമിച്ചിരുന്നതായ ഒരു ഭാരതം, അപ്പോൾ പുരാണങ്ങളിൽ നടന്നപ്പെട്ടതായ ഇൻസിഡൻസ് തന്നെയാണ് ഇപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അപ്പം നസ പുനരാവർത്തത, വീണ്ടും ആവർത്തിക്കാത്തതായ ഒരു ജന്മം നമുക്കുണ്ടാവണം. അപ്പം ആവർത്തനങ്ങൾ എപ്പോഴും അവതരത്തി ഒരു യോനിയിൽ നിന്ന് വേണമെന്നില്ല, ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നരസിംഹമൂർത്തിയുടെ അമ്മ ആരാ എന്ന് ചോദിച്ചാൽ മറുപടി പറയാനില്ല, നമുക്ക് തൂണാന്ന് പറയേണ്ടി വരും. അപ്പോൾ എവിടെ നിന്ന് എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ചില ശാസ്ത്രീയ ചിന്തകളെ കൊണ്ട്, ചില ചിന്തകളെ കൊണ്ട് പകൽ മരിക്കാൻ പാടില്ല, രാത്രി മരിക്കാൻ പാടില്ല, സന്ധ്യയ്ക്ക് മരിക്കാൻ പാടില്ല, ആയുധം കൊണ്ട് കൊല്ലാൻ പാടില്ല, മറ്റേത് പാടില്ല, അതുമല്ല അതിന് പാടില്ല എന്നൊക്കെ വരങ്ങൾ മേടിക്കാം. പക്ഷെ അതിനൊരു സമയമുണ്ട്, ആ സമയത്ത് തിരിച്ചു പോയേ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ മരണത്തെ, ഏതൊക്കെ രീതിയിൽ വിധിയെ നമ്മൾ തടുക്കാൻ ശ്രമിച്ചാലും അത് നിരുണ സൂചികാകാരം എന്ന് അവിടെ പറയുന്നുണ്ട്. എവിടെ സന്താനഗോപാലത്തിൽ പറയുന്നുണ്ട്. ഞാൻ രക്ഷിച്ചോളാമെന്ന് പ്രാർത്ഥന പറഞ്ഞപ്പോൾ അവിടെ ആ ഒരു പ്രസവമുറിയെ എന്തെങ്കിലെ കൊണ്ട് എല്ലാ അസ്ത്രങ്ങളെ കൊണ്ടും അവസാനം ഒരു ഹോള് വന്നപ്പോൾ അതിനെപ്പോലും തടഞ്ഞിട്ട് പോലും അവിടെ എന്താ സ്വശരീരോ വിവാഹ, അവിടെ ആ ഉണ്ടായ കുട്ടിക്ക് ശരീരം പോലും കിട്ടിയില്ല എന്നർത്ഥം. അപ്പോൾ എങ്ങനെയൊക്കെ തടയാൻ ശ്രമിച്ചാലും വരേണ്ട വിധിയെ തടുക്കാൻ സാധിക്കില്ല. അതൊരു നാമജപം കൊണ്ടോ ഭാഗവത പാരായണം കൊണ്ടോ ഒന്നും രക്ഷയില്ല. ചില വിധികൾ മാറ്റാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ പ്രഹ്ലാദപ്രിയഹേ മരുപുരപതേ സർവ ആമയാൽ പാഹിമാം നഖാങ്കുര ഉത്പാടിത ഹൃത്സരമുരുഹം. അവിടെ നല്ലതുണ്ടായിരുന്ന ഹൃദയം മാത്രമാണ്. ആ ഹൃദയം തന്നിലോട് ചേർത്തിട്ട് ആ ബാക്കി വരുന്നതായ ശവം അല്ലെങ്കിൽ ആ ജീവനില്ലാത്തതിനെ എറിഞ്ഞു എന്നർത്ഥം. അപ്പം നഖവും ആയുധമാണ് എന്നർത്ഥം. ഭഗവാന്റെ നഖമണി ചന്ദ്രികയാ നിരസ്തതാപേ, ഭഗവാന്റെ നഖമണിയിൽ നിന്ന് തന്നെയാണ് ഈ പ്രകാശം മുഴുവൻ ഉണ്ടാകുന്നത്. കാൽനഖങ്ങളിലും കൈനഖങ്ങളിലും ഉണ്ടാകുന്ന പ്രകാശം തന്നെയാണ് ചന്ദ്രനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ശീതളിമയും ചൂടും എല്ലാം അവസ്ഥയും എന്തിൽ നിന്നാണ്? ഭഗവാനിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. സ്തംഭേ ഘട്ടേതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയന്നാഹൂർണച്ചകതണ്ടകുണ്ട ഓരോ ഘോരാസ്തവാഭൂദ്രവ ശ്രുത്വായം കല ദൈത്യരാജഹൃതയെ പൂർവം കഥാപ്യശ്രുതം കമ്പക്കശ്ചന സംവാദചലിതോപ്യംബോജുർ വിഷ്ടരാത്. ഭഗവാന്റെ അട്ടഹാസം കേട്ടിട്ട് അവിടെ എന്ത് പറ്റി? ബ്രഹ്മാവ് പോലും അതിൽ നിന്ന് താഴെ പതിച്ചു എന്നർത്ഥം. അപ്പം ലോകം മുഴുവൻ കിടുങ്ങി വരച്ചതായ ഒരു അട്ടഹാസം. ആ അട്ടഹാസത്തിൽ നിന്നും പിന്നീട് ഗുരുനാഥനായ ഭാഗവത പ്രയോഗം ചന്ദനമല ഗോവിന്ദന് വേണ്ടി എപ്പോഴും പറയുന്നു, സപ്തമൂർത്തെ അവതാര, സപ്തമൂർത്തെ അവതാര, സപ്തമൂർത്തെ അവതാര. അവിടെ സ്തുതിയിൽ അവസാനം പറയേണ്ടത് എന്ത് പറയേണ്ടത്? ഭഗവാനും നമ്മളും നിരന്തര ഉപാസനയുടെ ഒന്നായിത്തീർന്നു. സാത്വിക ഭാവത്തിലേക്ക് എത്തിച്ചേരും. സാത്വിക ഭാവത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു?
പരമഹംസഗതോ ലഭേത. പരമഹംസഗതോ ലഭേത. നിരന്തരമായ നാമജപം കൊണ്ട്, നിരന്തരമായ ഉപാസന കൊണ്ട്, നിരന്തരമായി ഈശ്വരനെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ഗോപികമാരെ പോലെ യഥാവ്രജ ഗോപികാനാം, ഗോപികമാരെ പോലെ ഉദ്ധവനെ പോലെ ഒക്കെ ഒരു ഭക്തനായിട്ട് തീരുമ്പോൾ, അവിടെ പിന്നീട് നമ്മളും ഈശ്വരനും ഒന്നായി തീരുമ്പോൾ നമുക്ക് ഈശ്വരനെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും, നമുക്ക് ഈശ്വരനെ സ്തുതിക്കാൻ സാധിക്കും. അതിന് ഒരുപാട് ലൊട്ടിലൊടുക്കും മന്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഋതുവായ പെണ്ണിനും ഇരപ്പനും പതിനും ഭൂസരനും ആർക്കു വേണമെങ്കിലും ഏത് സമയവും നാമം ജപിക്കൂ. അമ്മേ നാരായണ ജപിക്കൂ, ദേവി നാരായണ ജപിക്കൂ, ലക്ഷ്മി നാരായണ ജപിക്കൂ. നാരായണ 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 വല്ല മുടക്കമുണ്ടോ? അതിനൊന്നും നമുക്ക് കലികാലത്ത് സമയമില്ല. കാരണം യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലുള്ള കഥകൾ, ഇതിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ടെൻഷനാണ്. അടുത്ത രംഗം എന്താവും, അങ്ങനെ ടെൻഷനെത്തിരിക്കാത്ത കഥകൾ വായിക്കാൻ തന്നെ സമയമില്ല. അതും കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ കണ്ണീര് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, ആനന്ദമുണ്ടായിരുന്നില്ല. അനന്തരൂപ ഭഗവന്നേ അവതേരെ പ്രാപ്തേ പ്രദീപ്ത ഭവതങ്ക് നിലീയമാനേ. ആനന്ദ അവസ്ഥയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ, ആനന്ദമാണ്, സത്യമാണ് ഭഗവാൻ. തമത്ഭുതം ബാലകം അംബുജക്ഷണം. അത്ഭുതങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭഗവത് കഥകളിലേക്കും അത്ഭുതം അത്ഭുതം അത്ഭുതം. ഭഗവാൻ എന്നുള്ള ഭഗവാന്റെ മറ്റൊരു നാമമാണ് അത്ഭുതം. അപ്പോൾ ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ നമ്മൾ ഭഗവാനെ സമീപിക്കുന്നോ ആ ഭാവത്തിൽ ഭഗവാൻ നമ്മളിലേക്ക് വരും. കടിച്ചു കീറാനുള്ള പ്രതീകമായി കൊണ്ടുവരുന്നെങ്കിൽ കടിച്ചു കീറാനുള്ള പ്രതീകമായിട്ട് വരും. ഈ ഓടക്കുഴൽ വിളി, ഓടക്കുഴൽ പ്രണവത്തിൻ്റെ സ്വരൂപമായ ഓടക്കുഴൽ, അകാര ഉകാര മകാരങ്ങളുടെ അംശമായ ഓടക്കുഴൽ, അതിൽ നിന്ന് സപ്തസ്വരങ്ങൾ മീട്ടിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളിലേക്ക് വരും. കൽത്തുറുങ്കിലകത്തമ്മ കണികണ്ടതിനും മുതൽ കാട്ടാളനെ ഇത് കണയാൽ കാട്ടാവിൻ്റെ ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കാരുണ്യാംബുഘനാകനം ചെയ്ത കാര്യം സകലതും ജഗന്മോഹനമോഹനം. തനി തട്ടിപ്പാണെന്നർത്ഥം. നിർഗുണ ബ്രഹ്മമായ ഒറ്റ ചൈതന്യം, അതിന് നമ്മളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രൂപം എടുത്തുകൊണ്ടതാ അവിടെ അവതരിക്കുമ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓടക്കുഴലില്ലാത്ത ചില ഓടക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ ഗോപികുമാർ ഓടി വരും. ഭക്തജനങ്ങൾ വരിക വേണ്ടത്. മയിൽപീരി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ? ഓടക്കുഴൽ കൃഷ്ണൻ്റെ പൂജയിൽ പ്രത്യേകം രാമവരത്തപ്പൻ്റെ ഞങ്ങളുടെ തൊട്ടടുത്തതായപ്പോൾ കൊടിമട പ്രതിഷ്ഠ രാമവരത്തപ്പൻ്റെ ധ്യാനവും കൃഷ്ണസ്വരൂപത്തിൽ തന്നെയാണ്. ഓടക്കുഴലില്ലാത്ത അല്ലെങ്കിൽ മയിൽപീലിയില്ലാത്ത കൃഷ്ണനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. എവിടെയാണ് ദുഷ്ടതയും ദുഷ്ടജനങ്ങളെയും ദുഷ്ടത വർദ്ധിക്കുമ്പോൾ അവിടെ നഖാങ്കുരം ഉൽപ്പാദിത ഹൃത്സരൂരകം വലിച്ചു കീറി കളയാനും, അതുപോലെ തന്നെ സ്നേഹസ്വരൂപമായ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനും ഓരോ നിമിഷവും ഭഗവാൻ അവതരിക്കും. സംശയമൊന്നുമില്ല. പ്രത്യക്ഷ ദൈവമായ ഒറ്റ ചൈതന്യത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രഹ്മാനന്ദം പരമസുതം കേവലം ജ്ഞാനമൂർത്തിം ദുന്ദാതീതം ഗഗനസദസ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽ ഗുരും തം നമാമി. എന്തിനെ ഉപാസിക്കുന്നു? ഡാൻസ് ആയിക്കോട്ടെ, കഥകളി ആയിക്കോട്ടെ, പൂജ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, കൊട്ടായിക്കോട്ടെ, തിരുവാതിര ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്തിനെ ഉപാസിക്കുന്നു അതായിത്തീരും. നിരന്തരമായി ഉപാസിക്കുക അതായിത്തീരും. അതാണ് ശബരിമലയിൽ എഴുതി വെച്ചിട്ട് തത് ത്വം അസി, അത് നീയാകുന്നു എന്ന് പറഞ്ഞാൽ ശാസ്താവും നമ്മളും ഒന്നായിത്തീരും. ഏത് ഭാവത്തിലൂടെ ഭഗവാനെ സമീപിക്കുന്നു ആ ഭാവത്തിൽ ഭഗവാൻ വരും. ഏത് ഭാവത്തിലൂടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അത് നമ്മളായിത്തീരും, ഭഗവാനായിത്തീരും. നമ്മളെ തന്നെയാണ് ഭഗവാനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു നരസിംഹ ജയന്തി ആശംസിച്ചുകൊണ്ട് യോഗ നരസിംഹം, അതുപോലെ തന്നെ ലക്ഷ്മി നരസിംഹം, ഏതൊക്കെയോ രൂപത്തിലുള്ളതായ ഇനിയോ ശരഭരൂപത്തിൽ നരസിംഹത്തെ പറയാറുണ്ട്. ഏതൊക്കെ രൂപത്തിലുള്ള നരസിംഹമൂർത്തികളുണ്ടോ ആ നരസിംഹമൂർത്തികൾ മുഴുവനും ഇവിടെ
ഒറ്റ ചൈതന്യമായ നരസിംഹമൂർത്തിൻ്റെ ഭേദഭാവങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ലക്ഷ്മി ദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നതായ സാത്വിക രൂപത്തിലുള്ളതായ അനുഗ്രഹ ശക്തിയുള്ളതായ കുടുംബ സമേതത്തിലിരിക്കുന്നതായ നരസിംഹമൂർത്തി എല്ലാവരെയും കാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.